ഗുരുവായൂർ അമ്പലം എന്താ പറയാ, ഒരു ഒന്നൊന്നര പൊളി കല്യാണം കൂടി വൈബായിരുന്നു എനിക്ക്. സത്യം പറയല്ല, ഒത്തിരി എന്താ പറയാ, ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഇഷ്ടം പോലെ ചിരിക്കാനുണ്ടായിരുന്നു. പൃഥ്വി ബേസിൽ കോംബോ നന്നായി വർക്കൗട്ട് ആയിരുന്നു. കല്യാണമല്ല, നമ്മളൊരു സിനിമ ആണല്ലോ വന്നതാണ്. സിനിമ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാനുണ്ട്, നല്ല ആഘോഷിക്കാനുണ്ട്, കോമഡി നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് വരുമ്പോ ഒരു സ്പെഷ്യൽ ക്യാമിയോ, ഒരു അടിച്ചുപൊളി. നമുക്കൊരു ഫാമിലി ഫ്രണ്ട്സ് ഹാപ്പി ആയി പോയി ഡബിൾ ഹാപ്പി ആയി തിരിച്ചു വരാം. ഇതാണ് എന്റെ അഭിപ്രായം. എടുക്കണ പൈസ മുതലാവണ ഒരു പടം, അങ്ങനെ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അല്ല ക്ലൈമാക്സിലെ ആ ഫൈറ്റ് ഒക്കെ, അതിലൊക്കെ പൃഥ്വിരാജിന്റെ എനർജിയും പെർഫോമൻസും അതൊക്കെ രസമായിട്ട് തോന്നുന്നു. പാട്ട്, അജുവിന്റെ പാട്ട് ക്ലൈമാക്സ് അത് നൈസായിരുന്നു. പക്ഷെ കോമഡി വർക്കൗട്ട് ആവുന്നില്ലേ? കോമഡി വർക്കൗട്ട് ആയില്ലേ? പുള്ളിയുടെ എല്ലാ കോമഡി പടം വർക്കൗട്ട് ആവും. പക്ഷെ അല്ലല്ല മമ്മൂക്കയും ബേസിലായിട്ട് കമ്പയർ ചെയ്യരുത്. ഇവൻ ഈ പൃഥ്വിരാജിന് വരെ മമ്മൂക്കയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. വ്യത്യസ്തമായ റോൾസ് ചെയ്യും, ഒരേ റോളും ചെയ്തോണ്ടിരുന്നെങ്കിൽ ശരിയാവും. പക്ഷെ ഇത് ബേസിന്റെ സേഫ് സോൺ ഇതായിരിക്കും. പാടില്ല. ട്രെയിലർ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കണേ, ഭയങ്കര കോൺഷ്യസ് ആയി തിങ്ക് ചെയ്യുന്ന, ഭയങ്കര ആലോചിക്കാൻ പറ്റുന്ന, ഭയങ്കര ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉള്ള, അല്ലെ ഭയങ്കര ചിന്തിപ്പിക്കുന്ന അങ്ങനെ ഒരു പടം എന്നാണ് വിചാരിച്ചത്. അല്ല, ആൾക്കാർ പറഞ്ഞത് കാണാൻ എൻജോയ് ചിരിച്ച് എൻജോയ് ചെയ്യാനല്ല. അങ്ങനെ വന്ന ഒരാൾക്ക് ഒത്തിരി ആദ്യം കോമഡി അല്ല, ബേസിലും പൃഥ്വിരാജ് മാത്രമല്ല അതിൽ അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സും അവരും കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അല്ല പടത്തില് കോമഡി അല്ലാണ്ട് ആക്ഷൻ ഇല്ലേ? ആക്ഷൻ കണ്ടില്ലേ? അതാ അതിന് ആ സിറ്റുവേഷൻ അറിയിക്കുന്ന ഒരു ആക്ഷൻ. എന്തായാലും ഈ പടം അങ്ങനെ മാസപടത്തിൽ ലോജിക് ഉണ്ടോ? ഒരാൾ 10 വെച്ചിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജ് പടം കൊണ്ട് പൃഥ്വിരാജ് വളരെ ബുദ്ധിമാനായിട്ട് എല്ലാവരും പറയണം. അപ്പൊ ഒരു ബുദ്ധിപരമായിട്ട് ഫിലിമാണ് പ്രതീക്ഷിച്ചത്. അല്ല, എനിക്ക് അയാളുടെ എല്ലാ ഭർത്താവോടും എല്ലാം കണ്ടു കഴിഞ്ഞാൽ കോമഡി ചെയ്തോ, പക്ഷെ കോമഡി അതിനെ ബുദ്ധിപൂർവ്വം ചെയ്യാമല്ലോ. ബുദ്ധിപൂർവ്വമായിട്ടുള്ള കോമഡി ഭയങ്കര ഇന്റലക്ച്വലായി സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പടം ആയാലും പുള്ളി അങ്ങനെ സംസാരിക്കുന്നില്ല. പുള്ളി സംസാരിക്കണ കണ്ട് ആൾക്കാർ പറയുന്നതാണ്. ഇതിലെ കഥാപാത്രം ആ ഒരു കോമഡി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പുള്ളി ചെയ്തു. അങ്ങനെ വേണം പറയാ. പുള്ളിയുടെ റിയൽ ലൈഫും കഥാപാത്രമായിട്ട് അതായിരിക്കും അങ്ങനെ കാണാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ടർബോ കാണാൻ വരുമ്പോ ഈ യുക്തി ഒന്നും വെച്ച് പറയുന്നത് അതാ പറഞ്ഞ ഇമാതിരി യുക്തി ഇതൊന്നും വെക്കരുത്. ജീവനോട് പോവില്ല. 100% പക്ക എന്റർടൈൻമെന്റ് പടമാണ്. വര അമ്പലറയിൽ കല്യാണം കൂടെ ആഘോഷിക്കുക, തിരിച്ചു പോവാ. അല്ല, ഇതിലെ ക്ലൈമാക്സില് ഒരു ക്യാമിയോ റോള് പോലൊക്കെ വന്നിട്ടുണ്ട്. പറയല്ലേ, അത് വന്നിട്ട് പടത്തിന്റെ ലെവലേ മാറി. കേട്ടപ്പോ അതൊരു രസമാണ്. വലിയ ആൾക്കാർ എല്ലാവർക്കും ഈക്വലി എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് കാണാൻ പറ്റുന്ന പടം. അതാണ് അമ്പലറയിൽ ഹാപ്പി വന്നാൽ ഡബിൾ ഹാപ്പി പോവാ. ഞാൻ എനിക്ക് പറ്റുവാണ് ഞാൻ ലോജിക് അങ്ങനെ കണ്ടതാന്ന് തോന്നുന്നു. ആ രീതിയിൽ കാണായിരിക്കും ചിലപ്പോ. അങ്ങനെ ഒരു 2.5 മണിക്കൂർ എൻജോയ് ചെയ്താണ്. ആറാട്ട് കാണാൻ വന്നപ്പോ ഈ യുക്തി ഉണ്ടായിരുന്നോ? അതെ ആറാട്ട് കാണാൻ വന്നപ്പോ ഈ യുക്തി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചിരിക്കാൻ വരാ, വേറൊന്നും നോക്കണ്ട, അടിച്ചു പൊളിച്ച് ചിരിക്കാം, അത്രേ ഉള്ളൂ. പൃഥ്വിരാജ് ഫസ്റ്റ് ടൈം കോംബോ, പക്ഷെ അത് ഇത്ര അടിപൊളിയാന്ന് വിചാരിച്ചില്ല. നമുക്ക് ആ നമ്മുടെ നിവിൻ അജു ആ ഒരു വൈബില്ലേ, ആ ഒരു ഫീല് പക്കേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല റാപ്പോ സെറ്റായിട്ട്. അല്ല, ഈ പടത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല കിടിലല്ലേ? അത് രസമായിട്ട് തോന്നുന്നുണ്ട്. ബിപിൻ ദാസ് has done a good job. കാരണം ആൾക്കാർ വരുന്നത് എൻജോയ് ചെയ്യണം. പിന്നെ ആ ലെവൽ തന്നെ എനിക്ക് തോന്നുന്നു. ഒത്തിരി ചിരിക്കാറുണ്ട്, പുതിയാറുണ്ട്.
വലിയ മെസ്സേജ് ആണെന്നൊന്നുമില്ല, ഒരു കല്യാണം അല്ല കൂടെ എൻജോയ് ഈ പടത്തിന് നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കും? ഒരു 10 എത്ര റേറ്റിംഗ് കൊടുക്കും? 8.59 5 കോമഡി സി പടത്തിൽ വിലയിരുത്തുന്നത് പടം എന്ത് പടമാണ്. താങ്കൾ എത്ര കൊടുക്കും? ഒരു 6. ഞാൻ 9 കൊടുക്കും. കാരണം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ഈ പടത്തിൽ ആ സംഭവത്തിന്. കാരണം ഞാൻ ഒരു 9 കൊടുക്കും. 10 പിന്നെ പാട്ടുകള് ഈ പടത്തിൽ അധികം ഇല്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്തു. പക്ഷെ ഉണ്ട്, അത് ലാസ്റ്റ് അജു വർഗീസിന്റെ ഒക്കെ പാട്ട് വന്നപ്പോൾ ലോജിക്കലി നേരത്തെ പറഞ്ഞു